ഇപ്പോൾ ഇപ്പോൾ സാറ് സംസ്കൃതം സാറിന് അറിയാലോ. അപ്പോൾ ഈ സംസ്കൃതം പഠിച്ചത് എത്രത്തോളം നമ്മുടെ ഈ ആർക്കിടെക്ചർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഈ ശാസ്ത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് സംസ്കൃതമാണ്. കാരണം നമ്മൾ സംസ്കൃതം പഠിക്കണം എന്ന് പറയാൻ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ മയമതം, മാനസാരം, കാശ്യപശില്പം മുതലായ ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. എല്ലാത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണുള്ളത്. ഒന്നിൻ്റെയും വ്യാഖ്യാനങ്ങൾ കിട്ടുന്നില്ല. ഹിന്ദിയിൽ വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനങ്ങളൊന്നും ഇല്ലേ താനും. അപ്പോൾ യാഥാർത്ഥ്യമായ ഹിന്ദിയിലുള്ള വ്യാഖ്യാനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ സംസ്കൃതം പഠിച്ച് നമ്മളതിൻ്റെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ യാഥാർത്ഥ്യമായ അർത്ഥം അതിൽ കിട്ടുള്ളൂ. അതൊരു ഗുരുവിൽ കൂടി കിട്ടണം. അതല്ലെങ്കിൽ നമ്മളതൊരു ഉപാസനയിൽ കൂടി കിട്ടണം. അല്ലാതെ വാസ്തുശാസ്ത്രം പഠിക്കണം എന്നുണ്ടെങ്കിൽ സംസ്കൃതം വേണം. സംസ്കൃതം ഇല്ലാതെ വാസ്തുശാസ്ത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്ന് കിട്ടുന്നതായ മനുഷ്യാലയ മഹാചന്ദ്രിക, ശില്പിരത്നം, ഭാഷ എന്ന് പറയുന്നതായ ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെ നാമമാത്രമായ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. അത് ആളുകൾക്ക് കുറച്ച് ആശയവിനിമയം നടത്താൻ വേണ്ടി മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതിന് ബൃഹത്തായ കാര്യങ്ങൾ, അതിനേക്കാളും ബൃഹത്തായ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയുന്നത് മയമതം, മാനസാരം, അങ്ങനെയൊക്കെ ഉള്ളതായ. കാശ്യപശില്പം എന്ന് പറയുന്നത് ശില്പശാസ്ത്രത്തെക്കുറിച്ചാണ്. ശില്പം ഉണ്ടാക്കുന്നത്, അനാട്ടമിക്കായിട്ടുള്ളതായ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിലുപയോഗിക്കുന്ന ദ്രവ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃതം ഉണ്ടായേ പറ്റൂ. ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സ് തുടങ്ങിയാണ് അച്ഛൻ എന്നെ ഇത് പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരെയും, വീട്ടിലുള്ള എല്ലാ പിള്ളേരെയും വാസ്തു പഠിപ്പിക്കുക, അല്ലെങ്കിൽ സംസ്കൃതം പഠിപ്പിക്കുക, ശ്രീരാമബന്ധം പഠിപ്പിക്കുക, സിദ്ധരൂപം പഠിപ്പിക്കുക. ഇതാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. അതായത് സിദ്ധരൂപം, ബാലപ്രബോധനം, അങ്ങനെയൊക്കെ ഉള്ളതായ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട്. അത് ആദ്യം പഠിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ പിന്നെ ഉപരിപഠനം എന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്കൃതമാണ് എടുത്തത്. 10ാം ക്ലാസ് വരെ സംസ്കൃതമാണ് എടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ ഞാനൊരു 2 ഗുരുക്കന്മാരെ നമ്മൾ വരിച്ചു. അതിലെൻ്റെ ഒരു പ്രധാന ഗുരു എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് ചേർത്ത് ഒരു ഫ്രാൻസിസ് മാഷ്, ഇലഞ്ഞിക്കൽ ഫ്രാൻസിസ് മാഷ് എന്ന് പറയും. അദ്ദേഹമാണ് എന്നെ ശരിക്കും എടുത്ത് വളർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹമാണ് ഇതിൻ്റെ മേലോട്ടുള്ളതായ ഉപരിപഠനം, സംസ്കൃതത്തിൻ്റെ ഉപരിപഠനങ്ങൾ, സിദ്ധാന്തകൗമുദി മുതലായ ഗ്രന്ഥങ്ങൾ. സിദ്ധാന്തകൗമുദി ഞാൻ മുഴുവനും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സിദ്ധാന്തകൗമുദിയിൽ ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയും മറ്റൊക്കെ ചെയ്ത് ഇലഞ്ഞിക്കൽ ഫ്രാൻസിസ് മാഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ശിഷ്യൻ ഗുരു എന്നുള്ള രീതിയിലല്ല. ഞങ്ങൾ അത്രയും സൗഹൃദത്തിലാണ് വളർന്നതും എന്നെ വളർത്തിയെടുത്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മധുവിൻ്റെ അരിയത്ത് ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഞാനാണ് പഠിക്കുന്നതെന്ന്. കാരണം അദ്ദേഹത്തിന് വാസ്തുവും ജ്യോതിഷവും ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഈ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും ജ്യോതിഷത്തെക്കുറിച്ചും അദ്ദേഹമായിട്ട് സംവദിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വാസ്തുവും ജ്യോതിഷവും അദ്ദേഹത്തിന് കിട്ടുകയാണ്. അപ്പം മരുമകളോട് പറയുകയാണ്, ഇത് മധുവിനായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അറിവ് കിട്ടണമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു പ്രൊഫസർ, ഒരു ശിവരാമേനു എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ജ്യോതിഷത്തിലും വാസ്തുവിലും അഗാധ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 5 കൊല്ലം ഞാൻ പഠിച്ചിരുന്നു. വാസ്തു കൈകാര്യം ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനാണ് എനിക്ക് എല്ലാ ഉപദേശങ്ങളും തന്നത്.